പ്രിയപ്പെട്ട ചിങ്ങം രാശിക്കാരെ, നിങ്ങൾക്ക് ഈ മാസം പൊതുവായി സാമ്പത്തികം, വസ്തു, പഠനം, കുടുംബം മുതലായ വിഷയങ്ങളിൽ അനുകൂല ഫലങ്ങളും, ജോലി, ബിസിനസ്, വിവാഹം, സന്താനം, ആരോഗ്യം മുതലായ വിഷയങ്ങളിൽ ചെറിയ രീതിയിൽ പ്രതികൂല ഫലങ്ങളും ഉണ്ടാകും. ചിങ്ങം രാശിക്കാരായ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഈഗോ അല്ലെങ്കിൽ അഹങ്കാരമായിരിക്കും. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം വരാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാം എന്നെ തേടി ഇങ്ങോട്ട് വരും, ഞാൻ അതിനർഹനാണ് എന്ന രീതിയിലുള്ള ചിന്താഗതി പലപ്പോഴും നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള പലതിനെയും തടഞ്ഞു വയ്ക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എല്ലാം ഇങ്ങോട്ട് തേടി വരും എന്നുള്ള ഒരു അഹങ്കാരത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. പകരം നമ്മൾക്ക് വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ അങ്ങോട്ട് തേടി പോകുന്നതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. ഇനി ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾക്കൊന്ന് നോക്കാം. സാമ്പത്തികമായി ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഉള്ളത്. നിങ്ങളുടെ വ്യക്തിത്വം ഉപയോഗിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തും. അതിലൂടെ സാമ്പത്തിക ലാഭവും ഉണ്ടാകും. പ്രത്യേകിച്ചും നിങ്ങൾ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ വിഷയങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായോ ബിസിനസിന്റെ ഭാഗമായോ ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും എന്ന് പറയാം. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഈ സെപ്റ്റംബർ മാസം. വസ്തുവകകളുമായി ബന്ധപ്പെട്ട് അനുകൂലം ആയിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വസ്തുവുമായി ബന്ധപ്പെട്ടോ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ കൺസ്ട്രക്ഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് അത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ചെയ്യുന്ന ജോലികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അതിലൂടെ ധനലാഭവും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വസ്തുക്കൾ വാങ്ങുവാനുള്ള ഒരു സാഹചര്യവും സംജാതമാകും. വസ്തുവിലൂടെ ധനലാഭവും വരുമെന്ന് പറയാം. പഠന വിഷയത്തിൽ ചിങ്ങം രാശിക്കാർക്ക് ഗുണപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും നല്ല അഭിരുചി, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള നല്ല കോഴ്സുകൾ കണ്ടെത്തി പഠിക്കുവാനുള്ള ഭാഗ്യവും സംജാതമാകും. പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. ഒരു പേരിനൊരു ഡിഗ്രി എന്നുള്ളതിൽ നിന്നും ഉപരിയായി നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം തരുവാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എങ്കിൽ അത് പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകളിലായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും അല്പം ചില ക്ഷീണങ്ങൾ ഉണ്ടായേക്കാം. കർമ്മമേഖലയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ചില കാര്യങ്ങൾ പോകാതിരിക്കുന്നത് കൊണ്ട് ചില തടസ്സങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകാം. പ്രത്യേകിച്ചും സഹപ്രവർത്തകരിൽ നിന്നും അതിൻ്റെ കർമ്മമേഖലയിലുള്ള ആളുകൾ അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ ശത്രുതയോ വിഷയങ്ങളോ വരുവാനുള്ള സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ചും പരസ്പരം ആശയവിനിമയത്തിലുള്ള അപാകത നിങ്ങളുടെ കർമ്മമേഖലയിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില വഞ്ചനകളും ചതികളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്പം ആലോചിച്ച് തന്നെ വേണം. കുടുംബപരമായി അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. സഹോദരങ്ങൾ, അച്ഛൻ, അമ്മ തുടങ്ങിയ ആളുകളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകുവാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹം, സന്താനം എന്നീ വിഷയങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. സന്താനങ്ങൾ ഉള്ള ആളുകൾ, സന്താനങ്ങൾ നിങ്ങളെ വിട്ട് ദൂരത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ അവരുടേതായിട്ടുള്ള ആവശ്യത്തിനായിരിക്കാം, എങ്കിലും സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ തടസ്സങ്ങളും വിഷയങ്ങളും ഒക്കെ വന്നേക്കാം. പങ്കാളിയും ഉള്ളവർ തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ചിലവുകൾ വന്നു ചേരാനിടയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യപരമായ വിഷയത്തിൽ നട്ടെല്ല്
ശരീരത്തിന്റെ ചൂട് എന്നിവയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളതിനാൽ നല്ല രീതിയിലുള്ള വ്യായാമം, മനഃശാന്തിക്ക് വേണ്ടി ധ്യാനം ഒക്കെ ചെയ്യുക. ശിവന്റെ ക്ഷേത്രത്തിൽ ജലധാര, അതുപോലെ കൂവളമാല, നിങ്ങളുടെ കുലദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ട കാര്യങ്ങൾ, പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ട കാര്യങ്ങൾ, നാമജപം എന്നിവയൊക്കെ ശീലിക്കാവുന്നതാണ്. ഏവർക്കും നല്ല ഒരു സെപ്റ്റംബർ മാസം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.